പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 6 കണ്ടിന്യൂഷനാണ്. അപ്പം നമ്മൾ ജാതികളല്ല, നമ്മളാരാ? ദൈവത്തിൻ്റെ മക്കൾ, വീണ്ടെടുക്കപ്പെട്ടവർ, വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. സ്തോത്രം സ്തോത്രം. നമ്മൾ നന്നായിട്ടത് മനസ്സിലാക്കിക്കോണം. ജാതികളല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, വീണ്ടെടുത്തു, ദത്തെടുത്തു, വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമാക്കി മാറ്റി വച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം എൻ്റെ പ്രിയമുള്ളവരെ. സ്തോത്രം സ്തോത്രം. ഇനി എൻ്റെ 38 വാക്യം വായിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും കളയാതെ ഒടുക്കത്തെ നാളിൽ ഞാൻ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ചവരെ കർത്താവ് എന്ത് ചെയ്യും? ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഈ ജീവൻ്റെ അപ്പം തിന്ന് ജീവൻ പ്രാപിച്ച് ആത്മീയ ജീവനിൽ ജീവിക്കുന്ന നമ്മെ കർത്താവ് വന്ന് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് പറഞ്ഞു, കർത്താവ് വരുമ്പോൾ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ താൻ എഴുതി വെച്ചു, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. ഇരുകൂട്ടരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. യേശു ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവർ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവർ മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കുകയും, ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യും? ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. തെറ്റിപ്പോടാൻ അങ്ങോട്ട്. പണ്ടടുത്ത ന്യൂസ് വായിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു കെട്ടിടം വീണ് 4 പേർക്ക് പരിക്കേറ്റു, 5 പേര് മരിച്ചുപോയി. പരിക്കേറ്റവരെ കുഴിച്ചു മൂടുകയും മരിച്ചവരെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്തു. പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കരുത്. പറയുമ്പോൾ പ്രത്യേകിച്ച് ദൈവവചനമാണ് പറയുന്നത്, കൃത്യമായിട്ട് പറയണം നമ്മൾ. അതിനാണ് ഞാൻ പറയുന്നത് വസ്ത്രം വായിക്കണമെന്ന് പറയുന്ന കാര്യം അതാ. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് കർത്താവിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ച് നമ്മൾ മരിച്ചാൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് രൂപാന്തരം കിട്ടും. ഇതൊന്നും അല്ലാതെ ക്രിസ്തുവിൻ്റെ ഉപദേശമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോയാൽ അവസാനം പണ്ടാരണ്ടം പറഞ്ഞ പോലെ അയ്യോ ഇവിടെയാണോ വന്ന് പെട്ടതെന്ന് ചോദിക്കേണ്ട ഗതികെട്ട അവസ്ഥ അനേകർക്ക് സംഭവിക്കാൻ പോകുന്നത്. വചനം കേൾക്കുന്ന നമുക്ക് ആർക്കും എന്ത് ചെയ്യരുത്? അതൊരിക്കലും സംഭവിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇനി അടുത്ത അതിൻ്റെ 52 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആകയാൽ യഹൂദന്മാർ നമുക്ക് ഇവൻ്റെ മാംസം തരുവാൻ കഴിയുമോ? അപ്പോൾ എൻ്റെ മാംസം എൻ്റെ രക്തമാണെന്ന് പറഞ്ഞല്ലോ കർത്താവ്. മാംസം തരുവാൻ കഴിയുമോ എന്ന് തമ്മിൽ വാദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാനിവിടെ പറയുന്നു, മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മാംസം എന്താണ്? ദൈവവചനം. കർത്താവിൻ്റെ രക്തം എന്താണ്? ആത്മാവ്. അപ്പോൾ ആ ദൈവവചനം ഭക്ഷിക്കുകയും ആത്മാവിനെ പാനുകയും ചെയ്യും. പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൽ ജീവിക്കുന്ന അനുഭവം. അതാണ് വിഷയം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ക്രൈസ്തവ കോളത്തിന് ഇത് പാലിക്കാൻ, ഇതനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്നിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടായ കാര്യങ്ങളിൽ ദൈവം ഒരു കൊച്ചിരിക്കുന്നു, ഇതിന് കൊടുക്കേണ്ടുന്ന മരുന്ന് പല കുറി കൊടുത്തിട്ടും ആ രോഗം മാറുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? വൈദ്യൻ ഇച്ചിരി കയ്പുള്ള മരുന്ന് എഴുതും. എന്നിട്ട് അച്ഛനും അമ്മയോടും പറയും, ഈ കയ്പുള്ള മരുന്ന് കുടിച്ചാൽ രോഗം ഭേദമാകും. കുടിമോനെ എന്ന് പറഞ്ഞത് കുടിക്കുമോ? കയ്യിലും കയ്യിലും 2 കയ്യിലും ഒരാൾ, 2 കാലയിലും ഒരാൾ. ഒരു കൈ ഈ കവിളിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വാതാനെ തുറക്കും, കുടിച്ചു. അപ്പോൾ ഇച്ചിരി സ്ട്രെയിൻ ചെയ്ത് ഇച്ചിരി ബുദ്ധിമുട്ട് ചെയ്ത് ഈ കയ്പിക്കുന്ന അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം തരുന്ന, പ്രത്യാശ തരുന്ന, ആനന്ദം തരുന്ന ഇത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും ഇത് കേട്ടനുസരിക്കുമ്പോൾ എന്താണ്? പ്രവാചകനോട് പറഞ്ഞു ഈ വചനം തിന്നാൻ പറഞ്ഞു. തിന്നപ്പോൾ കായിൽ കഴിച്ചു പോയി. പക്ഷെ ഉള്ളിൽ ചെന്നപ്പോൾ എന്ത് ചെയ്തു? മധുരമായി മാറി.
വചനം മധുരമാണ്. തേനിലും മധുരം എന്ന് നമ്മൾ പാടുന്നില്ലേ? എപ്പോഴും പാടുന്നൊരു പാട്ടല്ലേ? ഇതിലും മധുരം വേദമല്ലാതെ ഏതുണ്ടു നൽസോദ. അപ്പോൾ വചനമാണ് ഏറ്റവും സ്വാദിഷ്ടമായ ആത്മീയ ഭോജനം വചനമാണ്. ദൈവവചനം ഭക്ഷിക്കുക, അവസരം കിട്ടുമ്പോഴെല്ലാം വായിക്കുക. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ് ആത്മീയമായി വളരാൻ കഴിയുന്നത്. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ആ സമയമാകുമ്പോൾ ഉച്ചയാകുമ്പോൾ നമ്മുടെ ടൈം ടേബിള് അനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ടല്ലോ മൊബൈലിൽ കിടന്ന് ഈ ചീഞ്ഞളിഞ്ഞതൊക്കെ മാന്തി കാണുന്നതിലും ഭേദം ഈ വചനം വായിച്ച് ഭക്ഷിക്കുക. ഒരധ്യായം എടുത്ത് വെച്ച് വായിക്കുക, ഉച്ചയ്ക്ക് വായിച്ച് ധ്യാനിച്ചു 2 ഭാഗമൊന്ന് പ്രാർത്ഥിക്കുക. യാത്രയിലാണെങ്കിൽ പോലും കഴിയുമല്ലോ നമുക്ക്. ഹല്ലേലൂയ. അപ്പം മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വചനം ധ്യാനിക്കാതെയും ആത്മാവിൽ പ്രാർത്ഥിക്കാതെയും ആത്മാവിൽ ആരാധിക്കുകയും ആത്മനിറവിൽ ജീവിക്കാൻ ചെയ്യാതിരുന്നാൽ നമ്മുടെ ഉള്ളിൽ എന്തില്ല? ജീവനില്ലെങ്കിൽ നമ്മൾ ആരാ? ചത്ത മനുഷ്യരാണ്. ഡെഡ് ബോഡിയാണ്, ഡെഡ് ബോഡി. യേശുക്രിസ്തു ലാസറിന്റെ ഭവനത്തിൽ ചെന്ന് ലാസറിനെ ഉയർപ്പിച്ച സമയത്ത് ജീവനുണ്ട്, സംഭവം ബോഡി ചെയ്തിട്ട്, പക്ഷെ കെട്ടിവെച്ചിരിക്കുക. അവനെ കർത്താവ് എന്താ പറഞ്ഞേ? വായിച്ച് പഠിക്കും. ഇതൊക്കെ എന്താ പറഞ്ഞത്? കെട്ടടിപ്പി. ആരാ കെട്ടിയത്? നമുക്ക് ഓരോ കെട്ട് നമ്മൾ തന്നെ കെട്ടിക്കൊണ്ടിരിക്കുക. വചനത്തിലൂടെ പഠിച്ചെടുക്കട്ടോ, അതിൻ്റെ ദൂതുകൾ മനസ്സിലാക്കുക. നമ്മൾ തന്നെ കെട്ടിവെക്കരുത് ഓരോ കെട്ട്. ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് സ്വതന്ത്രപ്പെടാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ അഴിച്ചെടുക്കണം. കർത്താവിനെ കാണാൻ, കർത്താവിൻ്റെ സന്നിധി സന്തോഷിക്കാൻ തടസ്സമായി നമ്മൾ തടസ്സങ്ങളാക്കി വെക്കുന്ന കാര്യങ്ങൾ എടുത്തു മാറ്റണം. ലാസറിന് ജീവൻ കൊടുത്തു, അവൻ പുറത്തു വന്നു. കെട്ടഴിക്കാൻ പറഞ്ഞു, കെട്ടഴിച്ചപ്പോൾ അവൻ പുറത്തേക്ക്. അതുപോലെ നമ്മൾ നമ്മുടേതായ കെട്ടുകൾ എന്തൊക്കെ നമുക്കറിയാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എത്രയോ വർഷങ്ങളായി വചനം കേൾക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ കെട്ടുകൾ ഉണ്ടാക്കി വെക്കുക. യേശുവിൻ്റെ കൂടെ പത്രോസ് നടക്കുക. ഇന്ന് രാവിലെ കൂടി പിടിച്ച വചനമാണ്, ചിന്തിച്ച വചനം. ഇന്നലെയും ചിന്തിച്ചത്, ഇന്നലെ പലരോട് വിളിച്ചു പറഞ്ഞത്. യേശുവിൻ്റെ കൂടെ നടന്ന് അപ്പം തന്നെ സന്തോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ്, മനുഷ്യപുത്രൻ കള്ളന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് എന്താ പറഞ്ഞു? നിനക്കത് സംഭവിക്കാൻ പിശാച് എന്ന് പറഞ്ഞു. എന്താ കാര്യം? 1 സെക്കൻഡ് കൊണ്ട് സാത്താൻ കയറി. അപ്പൊ ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത്, അല്ലല്ലോ, ദൈവ വ്യവസ്ഥ വിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പിശാച് അവിടെ കയറും. വചനത്തിന് വിരുദ്ധമായി ഒന്നും നമ്മൾ പറയരുത്. ശാന്തമായിട്ട് ഞാൻ പറഞ്ഞു തരിക. വചനവിരുദ്ധമായ കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത്. ഈ വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ നാവിനെ സാത്താൻ ഉപയോഗിക്കും. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നാഗം സ്വർഗം അല്ല, നാഗം സ്വർഗം, നരകം. നമുക്ക് നാം തന്നെ പണിയുന്നു നരകവും സ്വർഗവും, വേറെ ആരുമില്ല. ഞാൻ തന്നെ എനിക്ക് വേണ്ടി നരകവും സ്വർഗവും സൃഷ്ടിക്കുന്നു എന്ന് കവിവാക്യം. അപ്പൊ ഇവിടെ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒടുക്കത്തെ നാളിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാ? കർത്താവിൻ്റെ വരവിൽ. ഒടുക്കത്തെ നാളിൽ, ദ ലാസ്റ്റ് ഡേ, ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞേ ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിന്നോട് പറഞ്ഞേ. എൻ്റെ വചനം ഭക്ഷിക്കുകയും ആത്മാവിനെ പാനീയം ചെയ്യുകയും ചെയ്താൽ ഞാൻ അവനിലും അവനെന്നിലും വസിക്കും. ഇപ്പം ദൈവാത്മാവ് നമ്മളിൽ അഭിഷേകം പ്രാപിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താ? പറഞ്ഞേ. ദൈവം നമ്മൾ വസിക്കുക, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കാന്ന്. ദൈവം വസിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ഘടകമല്ലേ. അപ്പൊ പറയും, അയ്യോ ദൈവാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയിൽ തെറ്റുവരില്ലേ? തെറ്റുവരും. നാം തമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു.
നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ ശുദ്ധി. അപ്പൊ ദൈവാത്മാവ് വസിക്കുന്നവരിൽ പാപം വരും, തെറ്റുകുറ്റം വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പാപജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ പഠിച്ചു. ഇപ്പൊ 2-ാം ലേഖനം പഠിക്കേണ്ട സമയം, അത് അടുത്ത ആഴ്ചയും പിന്നത്തെ ആഴ്ചയും നമ്മൾ പഠിക്കുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞു, ആത്മാവിന്റെ വിശുദ്ധീകരണം, ആത്മാവിന്റെ വീണ്ടെടുപ്പ്. ശരീരം ഇപ്പോഴും പാപജഡത്തിലിരിക്കുക, പാപലോകത്തിലിരിക്കുക, പിശാചിന്റെ തേർവാഴ്ച നടക്കുന്ന ഈ ലോകത്തിലിരിക്കുക. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് ഏത് സമയവും നമ്മൾ തെറ്റിലേക്ക് വഴുതി വീഴാം. ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് മടങ്ങി വന്നുകൊള്ളണം, യഥാസ്ഥാനപ്പെട്ടു കൊള്ളണം. സ്വത്രം. ഒരിക്കലും നമ്മൾ ആ പാപത്തിൽ പിന്തുടരുവാനിട വരരുത്. സ്വത്രം. തെറ്റുകൾ വന്നവര്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും തെറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? തിരുത്തി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവിടെ കിടന്ന് ഉരുളരുത്. മുടിയനായ പുത്രൻ എന്ത് ചെയ്തു? അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും നീ നിന്റെ മകനെന്ന് വിളിപ്പാൻ എന്ത് ചെയ്തു? അപ്പൻ അവനെ വീട്ടിൽ ചേർത്തുകൊണ്ട് അവനെ കുളിപ്പിച്ച് അവന് മോതിരവും മാല. അതുകൊണ്ട് നമുക്ക് മോതിരവും മാല ഇട്ടുകൊണ്ട് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ദുരുപദേശം നോക്കി. അതൊരു സാദൃശ്യ പഠനമാണ്. യഹൂദന്മാർ അത് ഇട്ടിരുന്നല്ലോ. യഹൂദന്മാർക്ക് മടങ്ങി വന്നപ്പോൾ സന്തോഷ സൂചകമായ ആഭരണങ്ങളെ കൊടുത്താണ്. അത് പുതിയ നിയമസഭയ്ക്ക് ആഭരണം ഇടാന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ ഞങ്ങളുടെ അടുത്ത് കിടപ്പുണ്ട്. തൊട്ടടുത്ത് കിടപ്പുണ്ട്. ഈ തൊട്ടടുത്ത് ഇവിടെ നിന്നിട്ട് ഒരു 600 മീറ്ററേ ഉള്ളൂ. മനസ്സിലായോ? ആഭരണത്തെക്കുറിച്ച് ഞാനിപ്പോൾ പ്രസംഗിക്കാൻ തുനിയുന്നില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ ആദ്യം എടുത്ത് വായിച്ചോ. നമ്മൾ അണിയേണ്ടത് ആഭരണം കൊണ്ടെല്ലാം എഴുതിയിട്ടുണ്ട്. കൃപകളാലും വരങ്ങളാലും ഒക്കെയാണ് നമ്മൾ അണിയേണ്ടത്. കൃപാവരങ്ങളാൽ പുതിയ നിയമസം അണിയപ്പെടേണ്ടത്. സൽസ്വഭാവങ്ങൾ കൊണ്ടാണ് അണിയപ്പെടേണ്ടത്. വിശുദ്ധിയിലാണ് അണിയപ്പെടേണ്ടത്. വിശുദ്ധീകരണത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. മാംസം സാക്ഷാലുള്ള ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകും. മാംസം ദൈവവചനമാൽ, രക്തം ആത്മാവായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നു. വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനായിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ പറയല്ല. അപ്പോൾ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും, എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പൊ ദൈവവചനം നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, അനുസരിച്ച് ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു, ആത്മസ്വഭാവമുള്ളവരെ ജീവിക്കുന്നു. അപ്പോൾ നമ്മളിൽ ആരുണ്ട്? കർത്താവുണ്ട്. അങ്ങനെ മരിക്കുന്നവനെ ഈ പാട്ടുപാടി സമയമാരത്തിൽ നിന്നുള്ള പാട്ടുപാടി കെട്ടിയടിച്ചുകൊണ്ടിട്ടുണ്ട് ഒരു കാര്യം വേണ്ട. ഇഴഞ്ഞ പെട്ടിയിൽ വലിച്ചടിച്ച് കയറ്റി കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടാൽ മതി. ഒരു തുണി ചുരുട്ടി കൊണ്ടേ കുഴിച്ചിട്ടാൽ മതി. എനിക്കറിയാം, ഞങ്ങൾ പെട്ടി പിടിക്കാൻ പോയപ്പോൾ ഒരാളുടെ മരണത്തിന് ഈ പെട്ടി മതി, അപ്പൻ അതുപോലെ ഇത് കൂടി 8000 രൂപ ആട്ടുന്നത്. 2000-ൻ്റെ ഒന്നും പറ്റില്ല. എത്ര വേണം? ഞാൻ അടുത്തിരിപ്പുണ്ട്. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. 5000 രൂപ പെട്ടി മേടിച്ചിട്ട് ആ 15000 രൂപ കണ്ണും മൂക്കും നാക്കും ഇല്ലാത്ത ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ കൊണ്ടുപോയി കൊടുത്തെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടായിപ്പോയെന്നെ. ഇത് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ മുറിവേറ്റ് ഒരു ആശുപത്രി കിടക്കുന്നുണ്ട്, മരുന്ന് മേടിക്കും. ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് വാങ്ങാൻ കഴിയാത്തവർ, കൈ വെച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ഇതാ ഒരു 5000 രൂപ 300 കൊടുത്ത് അവർ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ പെട്ടി 5000 രൂപയ്ക്ക് ആ പെട്ടിയിൽ മണ്ണിൽ വിറക്കി വെക്കുന്നവരെ പോരെ. ആരെ കാണിക്കാനായത്? എന്നിട്ടിപ്പോൾ കല്ലറ കെട്ടാൻ നടക്കിയിരിക്കുക, കല്ലറ കെട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട കാര്യമായി പറയുന്നു, കല്ലറ കെട്ടിക്കൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കല്ലറകൾ പണിയുമെന്ന്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ജീവിച്ചിരുന്നപ്പോ കഞ്ഞി കൊടുത്തവരല്ല, ജീവിച്ചിരുന്നപ്പോ കെയർ ചെയ്തവരല്ല, ശവപ്പെട്ടിക്ക് ആണി അടിക്കാൻ വേണ്ടി നടന്നവരാ. ഇപ്പൊ എന്ത് ചെയ്യാ? ഇതൊക്കെ മനസ്സിലാക്കിക്കോ ജോസപ്പെട്ട. എന്റെ ശവം കത്തിച്ച് കളഞ്ഞാലും എനിക്ക് വിഷയമല്ലെന്നാ ചിന്തിക്കുന്ന ആളെ. ആരും അടക്കണ്ട, ഒരു മനുഷ്യൻ അടക്കണ്ട. റേഷൻ കാർഡും ഈ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇവിടെ ഇവിടുത്തെ എത്ര മീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ ഉണ്ടോ? ഇല്ല, 1.5 കിലോമീറ്റർ. അവിടെ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തിച്ചേക്കണം. റേഷൻ കാർഡ്,
ID പ്രൂഫ്, ആധാർ കാർഡ്, ഇതെല്ലാം കൊടുത്തു. അവർ ആധാർ കാർഡ് നോക്കിയിട്ട് മുഖത്തോട്ട് നോക്കി തന്നെയാണ്, വേറെ വല്ലവരും കൊണ്ടുവന്നിരിക്കണം, വേറെ വല്ലവരും അടിച്ചു വന്ന് കൊണ്ടുവന്നിരിക്കാന്ന് നോക്കും. ആധാർ കാർഡെല്ലാം നോക്കി ബന്ധുക്കാരൊക്കെ ഇതാണ് ശരിയല്ല, ശരി നിങ്ങൾക്ക് പോവാം. ഇനി ഏറ്റവും 2000 രൂപ ഒരു ചിലവ്, വേറും 1500. കല്ലറകളിൽ അടക്കപ്പെട്ട് അവിടെ നിർത്തേന്നേറ്റ് വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? വലിയ വലിയ പാട്ട് പാടി മ്യൂസിക് നൈറ്റ് ഒക്കെ നടത്തി. ആ അത് മരണ ശുശ്രൂഷ സംഗീത ശുശ്രൂഷയായി മാറി. എൻ്റെ അനിയൻ്റെ മരണത്തിന് മുന്നേ ഞാൻ കണ്ടുകൊണ്ട് പറയാ, അനിയത്തേക്ക് ഇത് കേൾക്കുന്നുണ്ട്, കേൾക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചോദിച്ചാൽ ഞാൻ പറയും. മരിച്ചു കഴിഞ്ഞപ്പോൾ പാട്ട് പാടി അവരെ സ്വർഗത്തിലാക്കിയോ എന്നൊരു സംശയം എനിക്കുണ്ട്. ആ പല പാട്ടുകളൊക്കെ. ദൈവ മക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ സത്യം ഈ വചനത്തിലൂടെ ഞാൻ തുറന്നു പറയട്ടെ. അനേക സത്യങ്ങൾ പറഞ്ഞതിലൊരു സത്യം, ദൈവത്തിൻ്റെ വചനമാകുന്ന മാംസം നീ ഭക്ഷിച്ച് കർത്താവ് നിന്നെ അഭിഷേകം ചെയ്ത ആത്മാവ് നിറവിലൊരു ജീവിതം നയിച്ച് ആത്മാവിനെ അനുസരിച്ച് നടന്ന് ആത്മസ്വഭാവമുള്ളവനായി ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രസംഗിച്ച് ആത്മീക അനുഭവങ്ങളിൽ നീ ജീവിച്ചാൽ ഒരടക്ക് ശുശ്രൂഷയും നിനക്ക് വേണ്ട, ഒരു കാർമ്മികത്വന്റെ കൈയും നിന്റെ പെട്ടി തൊടണ്ട, ഒരു പ്രാർത്ഥനയും നിനക്ക് വേണ്ട. മരിച്ചു കഴിഞ്ഞുള്ള പ്രാർത്ഥനകൾ വാഴക്കൊല വെട്ടിയതിന് ശേഷം അതിൻ്റെ അടിയിൽ കൊണ്ടിടുന്നത് പോലെയുണ്ട്, ഒരു ഗുണവുമില്ലതുകൊണ്ട്. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിനായ പ്രമാണം. ഈ പാപത്തിൻ്റെ ശക്തിനായ പ്രമാണം എന്ന് പറഞ്ഞിട്ട് അതൊന്ന് തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. 4 പേര് കേൾക്ക മനോഹരമായ നിലയിൽ പറയുമല്ലോ. ഹല്ലേലൂയ. എനിക്കതൊക്കെ വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം, മരിച്ചു പോകുന്നതിന് മുൻപ് വിശ്വാസികളെ പഠിപ്പിക്കണം പാസ്റ്റർമാരെ, നിങ്ങൾ. അതെൻ്റെ വിഷയം, പഠിപ്പിക്കണവരെ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ അവരുടെ ഉള്ളിലുണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണേ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എബ്രായ ലേഖനത്തിൽ പറയുന്നൊരു പദമുണ്ട്. എന്താണത്? മരണഭീതി ഇല്ലാത്തവരാണ് നമ്മൾ. മരണഭീതി നമുക്കില്ല. സ്വത്രം. എന്താ കാര്യം? പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ ഒരു പോകാനൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാ മരണഭീതി ഇല്ലെന്ന് പറയുന്ന കാര്യം. അതെവിടെയാണുള്ളത്? എബ്രായ ലേഖനം 2-ാം അധ്യായം. എബ്രായ ലേഖനം 2-ാം അധ്യായം എല്ലാവരും എടുത്തേ. മരിക്കുന്നതിന് മുമ്പ് മരണഭീതി മാറിയവരായി മരിക്കണമെന്ന പുസ്തകം പറയുന്നത്. ഇവിടെ ഇന്ന് നാളെ ചത്തോന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ ജീവൻ പോകും. ആ പരുവത്തിൽ ഇരിക്കുക വിശ്വാസി. എബ്രായ ലേഖനം വായിക്കും. 2-ാം അധ്യായം 14 മുതൽ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവനെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എബ്രായർ 2:14, 15, 16 വാക്യം. മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ എന്ത് ചെയ്തു? വിടുവിച്ചു. അല്ല, മരിച്ചതിന് ശേഷം മരണമേ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് അവനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം? അവരിത് കേട്ടിട്ടുണ്ടോ? എത്ര മരണ വീട്ടിൽ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, അവർ മരിക്കുന്നതിന് മുൻപ് ആ വാക്യം നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കേ. ഇപ്പം ഞാൻ വായിച്ച എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലെ വാക്യം പറഞ്ഞു കേൾപ്പിക്കേ. 2-ന് എത്ര മുതലായിരുന്നത്? എബ്രായ ലേഖനത്തിലെ കാര്യം ഞാനിപ്പോൾ വായിച്ചത് 2-ന്റെ 14, 15, 16 വായിച്ചു കേൾപ്പിക്കണം. പാസ്റ്റർമാരോടുള്ള ദൂതാണത്. നിങ്ങൾ അവരുടെ സ്വോത്രാഴ്ച മേടിച്ച് തിന്നുകൊണ്ടിരിക്കാനുള്ളവരല്ല. നിങ്ങൾ ഇതൊരു വായിച്ച് പഠിപ്പിക്കണം. മരണാനന്തര പ്രത്യാശ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം മരിക്കുന്നതിന് മുമ്പ്. ഇല്ലെങ്കിൽ നീ സ്വോത്രാഴ്ച വാങ്ങരുത് അവരുടെ. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നു. അതാ ഞാൻ പറയാനായിട്ട്. സ്വതന്ത്രം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ അപ്പോസ്തലന്മാർ കഷ്ടപ്പെട്ടു. അവർ പട്ടിണികളായിരുന്നു, പട്ടിണി പാവങ്ങളായിരുന്നു. ഒരു വലിയ കോടീശ്വരനായ പൗലോസ് ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെ എന്ന് പറയും. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെ. ചവറെന്ന് പറഞ്ഞാൽ എന്താ? സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ ഒരു കോർപ്പറേഷൻ വണ്ടി മുമ്പിൽ കയറി പോയി കഴിഞ്ഞാൽ അറിയാം അപ്പം എൻ്റെ വിവരം. ചവറ് വണ്ടിയുടെ ഗുണം ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കി നിർത്തി അത് 2 കിലോമീറ്റർ പോയതിന് ശേഷം പോകാൻ നോക്കും. ഇല്ലെങ്കിൽ അവനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ നോക്കും. അതാണ് ചവറ് കൊണ്ടുപോകണ വണ്ടി. അതായിരുന്നു അപ്പോസ്തലന്മാർ ഈ ഭൂമി ജീവിച്ചപ്പോൾ. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ അവസ്ഥ അതായിരുന്നു. ഇന്നത്തെ ശിഷ്യന്മാര് മണിമാളികകളിലും പിന്നെ അമ്പരചുംബികളായ കെട്ടിടങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ അപ്പാർട്ട്മെന്റുകളൊക്കെ വാങ്ങി അവരെല്ലാം സുഖിയന്മാരായി സുഖിക്കുന്ന അവർക്കാണോ സ്വർഗം? ഈ ചവറെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്കാണോ? അതുകൊണ്ട് അവരുടെ കൂടെ പോകാനിരിക്കും. അവരുടെ ജീവിതം ഒപ്പിയെടുത്തോ, അവരെ മാതൃകയാക്കിക്കോ. അതാ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും ഇന്ന് കാണുന്ന ആരെയും നമ്മൾ അനുകരിക്കല്ലേ. എന്നിൽ അനുകരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുകരിച്ചാൽ മതിയേ. ഒരു മനുഷ്യനെ നമ്മൾ അനുകരിക്കരുത്. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. യേശുവിനെ ധ്യാനിക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായം പഠിപ്പിക്കുന്ന പഠനം അതാണ്. ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം നിങ്ങൾ എന്നെ നോക്കിയാൽ വീണുപോകും. ഞാൻ നിങ്ങളെ നോക്കിയാൽ വീണുപോകും. യേശുവിനെ നോക്കും. അവനെക്കുറിച്ച് ബൈബിള് പറയുന്നത് KJV ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഹീസ് എ ഓതർ ആൻഡ് ഫിനിഷർ. അവൻ ഓട്ടം തികച്ചു. അവൻ സകലവും ഓതർ ആൻഡ് ഫിനിഷർ, ഓട്ടം തികച്ചവനാ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ആദ്യം പറയുന്ന ആരാ? ആബേൽ അല്ലേ? എബ്രായ ലേഖനം 12-ാം അധ്യായം എടുത്താട്ടെ. നമുക്കൊന്ന് പഠിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. 12-ാം അധ്യായത്തിൽ ആദ്യം പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറിയെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി പറ്റുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു കൊടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. അപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, യേശുവിനെ നോക്കണം, യേശുവിനെ ധ്യാനിക്കണം. നോക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഫോട്ടോ വെച്ച് നോക്കണ കാര്യമാണ്. കർത്താവിന്റെ കൽപ്പനകൾ അനുദിനം നോക്കി പഠിച്ചനുസരിച്ച് ജീവിക്കുക. കഷ്ടത വരുമ്പോൾ യേശുവിനെ ധ്യാനിക്കുക. ജീവിതത്തിൽ ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കും. ചുമ്മാ പറയല്ല, പോസ്റ്റ് പറയല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യേശുവിനെ ധ്യാനിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്നു, ആത്മാവിൽ ധ്യാനിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ കൽപ്പനതകൾ കോഴി ചിക്കുന്ന പോലെ ചിക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായത്. പാർശ്വ എത്ര നാളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു? വർഷങ്ങളായി. എത്ര വരെ പഠിക്കും? മരണം വരെയും. അപ്പോൾ പഠിച്ചിവിടെ ഡോക്ടറേറ്റ് എടുത്തതും റവറൻറ്റ് പട്ടം എടുത്തതും പിന്നെ PhD എടുത്തതും ഒക്കെ അതൊക്കെ ചുമ്മാ പറയുക. പൗലോസിനേക്കാളും വലിയ PhD എടുത്തവരാരുമില്ല. പൗലോസ് പിന്നെ PhDയുടെ വിശേഷം എന്താ? മരിച്ച് സ്വർഗത്തോളം പോയവരാ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അവിടെ ചെന്ന് അവരെ എല്ലാം കണ്ട് തിരിച്ചു വന്നു. സ്വർഗത്തോളം ആത്മാവിൽ. ആ PhD ബിരുദമൊന്നും ഇവിടെ ആരും ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പരിശുദ്ധാത്മാവ് പറയുന്ന മുഴുവൻ പോസ്റ്റാണ് പറയുന്നത്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് പറയുന്നതെന്ന് പറയാൻ മുഴുവൻ പോസ്റ്റാണ്. വചനവ്യവസ്ഥ ഇല്ലാത്തത് മുഴുവൻ പറയുമ്പോൾ പോസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പിന്നെയും തന്നെയും പറയാനുള്ളത്, ഈ മാംസമാകുന്ന വചനം നിങ്ങൾ ഭക്ഷിക്കുക, ഓരോ ദിവസവും ഭക്ഷിക്കുക. അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ, പുറമെയുള്ളവൻ നാൾക്കുനാൾ. 2 കൊരിന്ത്യർ 4:16 തൊട്ട് വായിച്ച് പെട്ടെന്ന് വായിച്ച്. 2 കൊരിന്ത്യർ 4:16 മുതൽ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. 2 കൊരിന്ത്യർ 4:16 മുതൽ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള അവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. മതി മതി. പുറമേയുള്ളവൻ എന്ത് ചെയ്യുന്നു? അകമേയുള്ളവൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മുടെ പുറമേയുള്ളവൻ പുഷ്ടിപ്പെടുന്നു, അകമേയുള്ളവൻ എന്ത് ചെയ്യുക? ICU കിടക്കുക. ICUവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ പറയുന്ന ഭാഷയാണ്. പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നെങ്കിൽ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഇതാണ് ഞൊടി. ഈ ഞൊടി നേരത്തിനാണ് 70-80 സംവത്സരം എന്ന് പുസ്തകം പറയുന്നത്. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, 70-80 സംവത്സരമുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം, എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. തേജസ്സിന്റെ നിത്യഘനം, ആദാം ഹവ്വയും നഷ്ടപ്പെടുത്തി കളഞ്ഞ തേജസ്സിന്റെ ആ ഇരട്ടി പങ്ക് ഏലിയാവിൻ്റെ മേൽ പകർന്ന ഇരട്ടി പങ്ക് ഏലീശയുടെ മേൽ പകർന്നെന്ന് പറഞ്ഞ പോലെ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവായി തീരുന്നു. കാണുന്നതിനെയല്ല, നമ്മൾ കാണുന്നതിനല്ലേ നോക്കുന്നത്. ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളല്ലേ നമ്മൾ കാണുകയും ആഗ്രഹിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നത്. പൗലോസ് പറയുന്ന കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. കാണാത്തത് എന്താ? സ്വർഗരാജ്യം. കാണാത്തത് എന്താ? യേശുക്രിസ്തു. കാണാത്തത് എന്താ? ആത്മീയ കാര്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നതിനായിട്ടല്ല, കാണാത്തതിനായി നോക്കിക്കൊണ്ടിരിക്കും. കാണാത്തതാണ് സ്വർഗരാജ്യം. അല്ലേ? കാണാത്തതാണ് ആത്മീയമായ അനുഭവങ്ങൾ. പുതിയ യെരൂശലേം നമ്മൾ കണ്ടിട്ടില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ പിതാവിനെയും പുതിയ യെരൂശലേമിനെയും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതാണ്. ഞങ്ങൾ ഹല്ലേലൂയ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്നതിനെയാണോ നോക്കുന്നത്? അതിലാണോ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്? ഈ ലോകത്തിന്റെ ഭൗതിക കാര്യങ്ങളിലാണോ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്? കാണപ്പെടാത്തത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വർഗീയമായ കാര്യങ്ങളെ കാണുക. അവർ സ്വർഗീയമായത് കാക്ഷിച്ചു എന്ന് സ്തോത്രം ഇവിടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. എബ്രായലേഖനം എടുത്താട്ട് പിന്നെയും എബ്രായലേഖനത്തിലേക്ക് വരാം. എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഒരു വലിയ മർമ്മം അവിടെ 15-ാം അധ്യായം, ഒരു വലിയ മർമ്മം അവിടെ പറയുന്നത്. അതിന്റെ 13 വാക്യങ്ങൾ വായിച്ചേ ജോസ്പേട്ട. 13 മുതൽ വായിക്കണം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. തെറ്റാതെ വായിക്കണം. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പ്രതിദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന പ്രതിദേശം അന്വേഷിക്കുന്നു കാണിക്കുന്നു. അവർ വിട്ടുപോയെന്നെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. എന്താ അവർ വിട്ടുപോകുന്നതിനെ ഓർക്കാത്തെ? പറഞ്ഞേ. സ്വർഗീയമായത് അവർ കാക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും അവർ സ്വർഗീയമായത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കാക്ഷിച്ചുകൊണ്ടിരുന്നു. നമ്മളിപ്പോൾ ഭൂമിയിലുള്ള കാര്യങ്ങൾ കാക്ഷിച്ചുകൊണ്ടിരിക്കുക, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. നമുക്ക് എല്ലാം വേണം, ആവശ്യത്തിന് വേണം, ആവശ്യത്തിനെല്ലാം വേണം. പക്ഷെ നമ്മൾ കാക്ഷിക്കേണ്ടത് എന്തായിരിക്കണം? സ്വർഗത്തിലെ കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്തോ പറ്റും? തകർന്ന് തരിപ്പണമായി പിശാച് നമ്മളെ തകർത്ത് കളയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്നത് എന്താണ്? കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ട്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ റോമാലേഖനം 8:18 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന് തുടങ്ങിയുള്ള വാക്യം. റോമാലേഖനം 8 നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഞാൻ വായിക്കാം ശ്രദ്ധിച്ചോ. റോമർ 8 നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വായിക്കേ 8:18 മുതൽ. ഹല്ലേലൂയ 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 സ്തോത്രം.